നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ ഒപ്പം നിർത്താൻ UDF അണിയറയിൽ അനുരഞ്ജന നീക്കങ്ങൾ സജീവം. അൻവറിന് UDFിലേക്കുള്ള വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചില സമുദായ സംഘടനകളും അൻവറിനെ മുന്നണിയിലെടുക്കാൻ സമ്മർദ്ദം ശക്തമാക്കുന്നു. സമ്മർദ്ദതന്ത്രവുമായി മുസ്ലിം ലീഗും രംഗത്ത്. ശിവദാസ് കന്മനം ചേരുന്നു. വിവരങ്ങളുമായി ശിവദാസ്, എന്തായാലും രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബലാബലത്തിൻ്റെ നാളുകൾ ആണ്. പ്രചരണം കൂടുതൽ കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഭാഗത്ത് മഴയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് താമസിയാതെ നിലമ്പൂർ പോകും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അൻവർ ഒരു ഘടകമായി ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അൻവർ സ്ഥാനാർത്ഥി നിർത്തും എന്ന് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങും എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആലോചിച്ചില്ല എന്നാണ് അൻവർ പറയുന്നത്. അൻവർ ഏത് രീതിയിലായിരിക്കും കരുക്കൾ നീക്കുക? പൊതുവിൽ ആർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ രൂപപ്പെട്ടു വരുന്നത്? അനിൽ, LDF സ്ഥാനാർത്ഥിയായ M സ്വരാജിനെ കൂടി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിൽ ഇപ്പോൾ പ്രചാരണങ്ങൾ സജീവമാകുകയാണ്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത്. നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എത്തിയതിനു ശേഷം LDFിൻ്റെ പ്രചാരണങ്ങൾ കൂടി സജീവമായി നടക്കും. അതോടൊപ്പം തന്നെ UDFിൻ്റെ പ്രചാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് UDF ആണ്. ആര്യടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോഴും UDFിനുള്ളിലുള്ള കലഹങ്ങൾ തീർന്നിട്ടില്ല. കാരണം പ്രത്യേകിച്ച് അൻവർ ഒരു പ്രധാന ഘടകമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ UDFിനുള്ളിലുള്ള വലിയ രീതിയിലുള്ള ഗ്രൂപ്പിസവും വിഭാഗീയതയും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അവരുടെ പ്രചാരണത്തെ പോലും സാരമായി ബാധിക്കുന്നുണ്ട്. അതിനിടയിൽ അൻവർ ഒരു തലവേദനയായി നിലനിൽക്കുന്നുണ്ട്. കാരണം അൻവർ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി UDF പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നടക്കുന്നില്ല. പല വാതിലുകൾ അദ്ദേഹം മുട്ടി, പക്ഷേ അതൊന്നും തന്നെ തുറക്കപ്പെട്ടിട്ടില്ല. LDF സ്വതന്ത്രനായി മത്സരിച്ച് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അൻവർ. കഴിഞ്ഞ 2 തവണയായി ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായിരുന്നു. പിന്നീട് LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ശക്തമായ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് LDFിൽ നിന്നും അൻവർ മാറിയത്. അതിനുശേഷം പിണറായി സത്തെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് തൻ്റെ മുന്നിൽ ഉള്ളത് എന്ന് പറഞ്ഞ് UDFിനെ കൂട്ടുപിടിക്കാനായിരുന്നു അൻവറിൻ്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ശ്രമങ്ങളൊന്നും തന്നെ മുൻകാലങ്ങളിൽ വിജയിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ നിലമ്പൂർ ബൈ-ഇലക്ഷൻ തീയതി അടക്കം പ്രഖ്യാപിച്ചു. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപും അൻവർ ഒരു ചരട് വലിക്ക് ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ അംഗീകരിക്കില്ല എന്ന് അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ അൻവറിൻ്റെ ഈ വാക്കുകളും UDF നേതൃത്വം ചെവിക്കൊണ്ടില്ല. ആര്യടൻ ഷൗക്കത്തിനെ തന്നെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ അൻവർ വീണ്ടും കൂടുതൽ ഇടയുകയാണ് ചെയ്തത്. പിന്നീട് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയും മത്സരിക്കാനുള്ള ഒരു ധാരണയിൽ എത്തുകയും ചെയ്തു. PV അൻവറിനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്നൊരു ധാരണയിലേക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതി യോഗത്തിലും തീരുമാനം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അണിയറയിൽ അനുരഞ്ജന നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് M സ്വരാജ് കൂടി മത്സര രംഗത്ത് വന്നതോടെ, ഇടതുപക്ഷത്തെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി കൂടി വന്നതോടെ UDFിനെ ശക്തിപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് UDF നേതാക്കൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള അൻവറിനെ കൂടെ ചേർക്കുക എന്ന ഒരു നിലപാടിലേക്ക് നേതാക്കൾ. എന്തായാലും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സ്ഥാനാർത്ഥികളായിരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയെ കളത്തിൽ ഇറക്കുമോ എന്നാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഉറ്റുനോക്കുന്നത്. അൻവർ ഫാക്ടർ ഇപ്പോഴും വളരെ സജീവമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.